മനുഷ്യന്റെ ജീവിത യാത്രയിലെ പ്രതിസന്ധികൾക്കിടയിൽ ആശ്രയ സങ്കേതമാണ് സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ ജഗദീശ്വരന്റെ സന്നിധാനം. ഈ സന്നിധാന തിരുനടയിൽ ആശ്രയം അർപ്പിച്ചെത്തുന്ന അനേകം ആളുകൾ നമുക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് ഉത്സവ ദിനങ്ങളിൽ ആ പുണ്യ ദിനങ്ങളുടെ നേർക്കാഴ്ചകൾ മലയാളം ടൈംസ് ഈ തിരുനടയിൽ എന്ന പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് ഈ തിരുനടയിൽ നിങ്ങൾക്കായി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഏഴരപ്പൊന്നാന മഹോത്സവത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഏറ്റുമാനൂർ അമ്പലവും പരിസരങ്ങളും എല്ലാം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ്. ഈ ആഘോഷങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ശ്യാം പ്രകാശ്. എല്ലാവർക്കും നമസ്കാരം. ഏറ്റുമാനൂരപ്പൻ്റെ തിരുവുത്സവം ഫെബ്രുവരി 11-ാം തീയതി കൊടിയേറി ഇന്നിപ്പോൾ 5 ദിവസം പിന്നിടുകയാണ്. ഫെബ്രുവരി 18-ാം തീയതിയാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഏഴരപ്പൊന്നാന ദർശനം. രാത്രി 12 മണിയോടുകൂടി തന്നെ ഭക്തർക്ക് ഏഴരപ്പൊന്നാന ദർശനം നടത്തുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും പോലീസും തിരുവിതാംകൂർ ദേവസ്വം കൂടി ചേർന്ന് കാലേകൂട്ടി തന്നെ ഒരുക്കിയിട്ടുണ്ട്. 19-ാം തീയതി പള്ളിവേട്ട, 20-ാം തീയതി ആറോട്ടോടുകൂടിയാണ് തൻപറ്റത്തെ തിരുവുത്സവം കൊടിയിറങ്ങുന്നത്. 18-ാം തീയതി ഏഴരപ്പൊന്നാന ദർശനത്തിന് ഭക്തർക്ക് സുഗമമായ ദർശനമൊരുക്കുന്നതിന് എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസ് വകുപ്പും ചേർന്ന് കാലേകൂട്ടി തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൻ പ്രകാരം തന്നെ ഭക്തർക്ക് സുഗമമായൊരു ദർശനം ഒരുക്കുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആചാരങ്ങളാലും ചടങ്ങുകളാലും വളരെ ഗംഭീരമാണ് ഏറ്റുമാനൂർ ദേവസ്വത്തിലെ തിരുവുത്സവം. അതുകൊണ്ട് തന്നെ എല്ലാവിധ ചടങ്ങുകളും വളരെ കൃത്യമായി എണ്ണത്തിന് താനയും എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാലേകൂട്ടി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു തിരുവുത്സവം ആശംസിക്കുന്നു. ഏറെ പ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ രംഗത്തെ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച കോട്ടയം ഏറ്റുമാനൂർ റോഡിലെ ആംഡി ഡെക്കറിന്റെ പാർട്ണർമാരായ പ്രിയപ്പെട്ട ബിബിൻ സാറിന്റെ വാക്കുകളിൽ. ചരിത്ര പ്രസിദ്ധമായ ഏഴരപ്പൊന്നാനിയുടെ നാട്ടിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. അതിന് ആംഡി ഡെക്കറിന്റെയും ഞങ്ങളുടെ ഓരോ സ്റ്റാഫിന്റെയും പേരിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നും ആശംസകൾ നേരുന്നു.
ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി സ്ത്രീ ശാക്തീകരണ രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ഏറെ വലിയ ഒരു സ്ഥാപനമായ അർച്ചന വിമൻസ് സെന്ററിന്റെ ഡയറക്ടർ ബഹുമാനിയായ ത്രേസ്യാമ്മ മത്തിമാടത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് അർച്ചന വിമൻസ് സെന്ററിന്റെ പേരിലുള്ള ആശംസകൾ നേരുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ നേരുന്നുകൊണ്ട് ഏറ്റുമാനൂർ പട്ടിത്താനത്തെ രൂപ ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ സ്റ്റാഫിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് രൂപ ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ എല്ലാ ആശംസകളും നേരുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ നേരുന്നതിനായി ആയുർവേദ രംഗത്ത് നൂറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള ഏറ്റുമാനൂർ മടപ്പാട് മണ്ണാലിൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ രാഖി മാഡത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മണ്ണാലിൽ ആയുർവേദ ആശുപത്രിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഏറെ പ്രശസ്തമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകളുമായി ഏറ്റുമാനൂരപ്പൻ കോളേജിന്റെ പ്രിൻസിപ്പൽ ബഹുമാന്യനായ ഹേമന്ത് കുമാർ സാറിന്റെ വാക്കുകളിലേക്ക്. ഏറ്റുമാനൂരപ്പന്റെ പേരിൽ നടക്കുന്ന ഈ കലാലയത്തിന് ഏറ്റുമാനൂർ അമ്പലവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. എല്ലാ വർഷവും
ജനുവരി 1-ാം തീയതി കോളേജിൻ്റെ പേരിൽ ഏറ്റുമാനൂരപ്പന് ഞങ്ങൾ ഒരു പുഷ്പാഭിഷേകം നടത്താറുണ്ട്. അത് ഇപ്പോൾ ഏതാണ്ട് 30 വർഷമായി നടക്കുന്നുണ്ട്. ഈ കോളേജിലെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്ക് എൻ്റെയും ഇവിടുത്തെ എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിശിഷ്ട വിദ്യാർത്ഥികളുടെയും പേരിൽ ഈ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് സർവമംഗളങ്ങളും നേരുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ നേരുന്നതിനായി ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ പ്രവർത്തിക്കുന്ന TMK സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്രിയപ്പെട്ട ഓണർ തങ്കച്ചൻ സാറിനെയും ഗ്രേസ് മാഡത്തെയും ക്ഷണിക്കുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കാക്കനാട് ഗ്രൂപ്പിൻ്റെയും TMK സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെയും എല്ലാവിധ ആശംസകളും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകളുമായി ഇമ്മാനുവൽസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ MD പ്രിയപ്പെട്ട രാജു ഇമ്മാനുവൽ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും സ്വാമിമാരും അയ്യപ്പന്മാരും നമ്മുടെ ഏറ്റുമാനൂർ അമ്പലം സന്ദർശിച്ചാണ് നമ്മുടെ സന്നിധാനത്തിലേക്ക് പോകുന്നത്. ഈ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്നത്. ആ ഉത്സവത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനമായ ഇമ്മാനുവൽസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ പേരിൽ ആശംസകൾ അർപ്പിക്കുകയാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഏറ്റുമാനൂർ കാൾടെക്സ് ട്രേഡിങ്ങിന്റെ ആശംസകളുമായി ഇൻചാർജ് ഉല്ലാസ് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുവുത്സവത്തിന് കാൾടെക്സ് ട്രേഡിംഗ് ഏറ്റുമാനൂരിന്റെ എല്ലാവിധ ആശംസകളും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ആശംസകളുമായി 80 വർഷത്തിലേറെ സേവന പാരമ്പര്യമുള്ള തെക്കേക്കര ബാഗ് ബസാറിന്റെ MD പ്രിയപ്പെട്ട രാഹുൽ ജോൺ നമ്മോടൊപ്പം ചേരുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് തെക്കേക്കര പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു.
ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ജോബിൻസ് ഏജൻസീസിന്റെ ഓണർ പ്രിയപ്പെട്ട മാത്യു സാറിനെ നമുക്ക് ക്ഷണിക്കാം. ഇപ്പോൾ ഏറ്റുമാനൂർ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം പറയുന്ന ഉത്സവമായിട്ടാണ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഏറ്റുമാനൂർ ഉത്സവത്തെ കാണുന്നത്. അതുപോലെ തന്നെ ഏറ്റുമാനൂർ അമ്പലത്തിനോട് ചേർന്ന് ഉത്സവത്തോട് ചേർന്ന് എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുള്ള സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരോടൊപ്പം എൻ്റെ കൂട്ടുകാർ പേരുണ്ട്. അവിടെ ഉത്സവ സമയത്ത് അവിടെ എല്ലാവർക്കും ഉണ്ണിയപ്പവും വെള്ളമൊക്കെ നമ്മളവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏറ്റവും സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഏറ്റുമാനൂർ ഉത്സവം നടക്കുന്ന ആ വേളയിൽ. അതുപോലെ തന്നെ നമ്മുടെ അതിരമ്പുഴ പെരുന്നാളും. ഇപ്പം ജനങ്ങളെല്ലാം ഒന്നുപോലെ ആഘോഷിക്കുന്ന രണ്ട് ഏറ്റുമാനൂർ അതിരമ്പുഴ പെരുന്നാളും അതുപോലെ തന്നെ ഉത്സവങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഐശ്വര്യം, എൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരോടും കോർത്തിണക്കിക്കൊണ്ട് സന്തോഷത്തോടെ ഉത്സവം ആഘോഷിക്കുക, ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഈ ഉത്സവത്തിന് ജോബിൻസ് ഏജൻസീസിൻ്റെ എല്ലാ പാവങ്ങളും സന്തോഷവും ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചരിത്ര പ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് പഴയിടം രുചിയുടെ യദുവിനെ നമുക്ക് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഏറ്റുമാനൂരിന്റെ ഉത്സവം വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഏറ്റുമാനൂർ ഈ ഒരു ഉത്സവത്തിന് പഴയിടം രുചിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവർക്കും ഏറ്റുമാനൂരപ്പന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി. നമസ്കാരം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകളുമായി സീന പെറ്റ്സോണിന്റെ പ്രിയപ്പെട്ട MD രൂപേഷ് സാറിനെ സ്വാഗതം ചെയ്യാം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റുമാനൂരപ്പൻ്റെ തിരുവുത്സവത്തിന് സിയാന പെറ്റ്സോണിൻ്റെ എല്ലാവിധ തിരുവുത്സവ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകളുമായി ഏറ്റുമാനൂർ പാറോലിക്കലിലുള്ള സാന്റ് ജോസ് കൺവെൻഷൻ സെന്ററിന്റെ മാനേജിംഗ് പാർട്ണർ പ്രിയപ്പെട്ട ജെയ്സ് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് സാന്റ് ജോസ് കൺവെൻഷൻ സെന്ററിന്റെ എല്ലാവിധ ആശംസകളും നേരും.
ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാന മഹോത്സവത്തിന് ആശംസകളുമായി ഏറ്റുമാനൂർ ചെറുവാണ്ടൂറുള്ള KNB കേറ്ററിംഗ് സർവീസ് ആൻഡ് ഓഡിറ്റോറിയത്തിൻ്റെ പ്രിയപ്പെട്ട MD കണ്ണൻ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് KNB കാറ്ററിംഗ് സർവീസിൻ്റെയും KNB ഓഡിറ്റോറിയത്തിൻ്റെയും തിരുവുത്സവ ആശംസകൾ. ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി മുണ്ടമറ്റം ഗ്ലാസ് ഹൗസിന്റെ MD ബിനു മാത്യു സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മുണ്ടമറ്റം ഗ്ലാസ് ഹൗസിന്റെ എല്ലാവിധ ആശംസകളും. ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാന മഹോത്സവത്തിന് ആശംസകൾ നേരുന്നതിനായി ബഹുമാന്യനായ രവീന്ദ്രനാഥ് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് പ്രത്യേകിച്ച് ഏഴര പൊന്നാനയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. അതിന് ഞങ്ങളുടെയും ഉഷശ്രീ ഗ്രൂപ്പിൻ്റെയും എല്ലാവിധ ആശംസകളും വർദ്ധിക്കും.